യെസ് ഹലോ ഹായ് മക്കളെ. അപ്പോൾ നമ്മുടെ ഓൺ എക്സാം ഒക്കെ അടുത്ത് തുടങ്ങി. നമ്മളിപ്പോൾ റിവിഷൻ ചെയ്യേണ്ട ടൈമാണ്. നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ഗുണന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് യെസ് 3 ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് ബി, അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുക്കുമ്പോൾ ഏത് ഫോമിലേക്ക് വരുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റത്തെ എക്സിനെ എടുക്കുന്നു. ആ എക്സിനെ വെച്ചിട്ട് ഇപ്പുറത്തെ യുവിനെയും ഈ എക്സിനെ വെച്ചുകൊണ്ട് ഇപ്പുറത്തെ വിനെയും കമ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കേണ്ടത്. ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച ആദ്യം തന്നെ വെച്ചേക്കുക. എക്സ് ഇൻറ്റു യു ദാറ്റ് ഈസ് എക്സ് യു, പിന്നീട് എക്സ് ഇൻറ്റു വി ദാറ്റ് ഈസ് എക്സ് ബി, പിന്നീട് വൈനെയാണ് നമ്മൾ അടുത്ത് എടുക്കുന്നത്. വൈ ഇൻറ്റു യു ആൻഡ് വൈ ഇൻറ്റു വി. വൈ കൊണ്ട് ഇപ്പുറത്തെ യുവിനെയും വിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വൈ ഇൻറ്റു യു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ യു എന്ന് കിട്ടുന്നു. വൈ ഇൻറ്റു വി ചെയ്യുമ്പോഴോ വൈ വി എന്ന് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് പോകേണ്ടത്. പിന്നെ ഇവിടെ എല്ലായിടത്തും അഡീഷൻ തന്നെയാണ് വരിക, കാരണം ഇപ്പുറത്തും പോസിറ്റീവാണ് ഇപ്പുറത്തും പോസിറ്റീവാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കാനില്ല. അടുത്ത ഇക്വേഷനിലേക്ക് പോകുമ്പോൾ എന്താണ്? മുകളിൽ അഡീഷൻ ആയിരുന്നെങ്കിൽ താഴത്തേക്ക് വന്നപ്പോൾ അത് സബ്ട്രാക്ഷൻ മൈനസ് ആയി മാറി അല്ലേ. എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്നാണ് സെക്കൻഡ് ഇക്വേഷനിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. എക്സ് ഇൻറ്റു യു, ആദ്യം എക്സ് കൊണ്ട് യുവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഇൻറ്റു യു ദാറ്റ് ഈസ് എക്സ് യു എന്ന് കിട്ടി. പിന്നീട് ഇവിടെ കിടക്കുന്ന സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് ആണ് ഇപ്പുറത്തേക്ക് ഇടേണ്ടത്. മൈനസ് വീണ്ടും എക്സ് ഇൻറ്റു വി, എക്സ് ഇൻറ്റു വി, എക്സ് ഇൻറ്റു വെറും വി അല്ല, എക്സ് ഇൻറ്റു മൈനസ് വി എന്നാണ് വരിക. എക്സ് ഇൻറ്റു മൈനസ് വി, വിയുടെ മുന്നിൽ മൈനസ് ഉണ്ട്, അതുകൊണ്ട് എക്സ് ഇൻറ്റു മൈനസ് വി ദാറ്റ് ഈസ് മൈനസ് എക്സ് വി എന്ന് കിട്ടുന്നു. പിന്നീട് വൈ, വെറും വൈ അല്ല, മൈനസ് വൈ, മൈനസ് വൈ ഇൻറ്റു യു, മൈനസ് വൈ ഇൻറ്റു യു ദാറ്റ് ഈസ് മൈനസ് വൈ യു, മൈനസ് വൈ ഇൻറ്റു യു ദാറ്റ് ഈസ് മൈനസ് വൈ യു. അതിനുശേഷം മൈനസ് വൈ ഇൻറ്റു മൈനസ് വി, മൈനസ് വൈ കണ്ടോ, മൈനസ് വൈ ഇൻറ്റു ഇപ്പുറത്തും എത്രയാണ്? മൈനസ് തന്നെയുണ്ട്. മൈനസ് വൈ ഇൻറ്റു മൈനസ് വി, മൈനസും മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വൈ വി എന്നാകുന്നു. അങ്ങനെയാണ് ഇവിടെ പോസിറ്റീവ് വന്നത്. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ്? എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. അപ്പോൾ നിങ്ങൾ മുന്നിൽ കിടക്കുന്ന ഏത് ചിഹ്നമാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം അല്ലാതെ ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരച്ചാൽ തന്നെ അത് പഠിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി അല്ലെ, ഒരെണ്ണത്തിൽ പോസിറ്റീവും ഒരെണ്ണത്തിൽ നെഗറ്റീവും ആണ് വന്നിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി നമുക്ക് നോക്കാം. അതിന് നമുക്കൊന്ന് വരച്ചിടാം. എക്സിനെ യുയിലേക്കും എക്സിനെ മൈനസ് വിയിലേക്കും അല്ലെ, ഇവിടെ മൈനസ് വി ആണ്, വെറും വി അല്ല, മൈനസ് വി. എക്സ് ഇൻറ്റു യു ദാറ്റ് ഇസ് എക്സ് യു, പിന്നീട് എക്സ് ഇൻറ്റു മൈനസ് വി ദാറ്റ് ഇസ് മൈനസ് എക്സ് വി കിട്ടി. അതിനുശേഷം പിന്നെ നമ്മൾ വൈനെ യു കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പ്രശ്നമില്ല. വൈ ഇൻറ്റു യു ദാറ്റ് ഈസ് പോസിറ്റീവ് വൈ യു എന്ന് തന്നെ കിട്ടുന്നു. അടുത്തത് നോക്കാം. വൈ ഇൻറ്റു മൈനസ് വി, വൈ ഇൻറ്റു മൈനസ് വി, അപ്പം മൈനസ് വന്നു. അപ്പം നമ്മുടെ ഇവിടെയും ചിഹ്നം മൈനസ് തന്നെ വരണം, മൈനസ് വൈ വി. അപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് വരിക? എക്സ് യു മൈനസ് എക്സ് വി പ്ലസ് വൈ യു മൈനസ് വൈ വി. ഒരെണ്ണം നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെയും നെഗറ്റീവ്. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്ത് എടുക്കേണ്ടത്, അല്ലാതെ കാണാതെ പഠിച്ചു വെക്കരുത്. ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ച് തന്നെ പഠിക്കാം, എങ്ങനെയാണ് പോസിറ്റീവ് എങ്ങനെയാണ് നെഗറ്റീവ് വരാമെന്നുള്ളത് ക്ലിയർ ആക്കി വെക്കാം. അതിനുശേഷം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു കലണ്ടർ വന്നിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഒരു ബോക്സ് പിക്ക് ചെയ്തെടുക്കുക, അതിൻ്റെ കുറച്ച് പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദ്യം വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കലണ്ടറിലെ നമ്പേഴ്സിനെ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റുന്നത് എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ അറിയാം 1 2 3 4 4 നമ്പേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. അതിൽ ഞാൻ 1ന് എക്സ് എന്ന് പേര് കൊടുത്തു. എന്താണ്? 1 ഈക്വൽ ടു എക്സ്, 1 ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 2ന് എത്രയാണ് വരേണ്ടത്? 1നോട് 1 കൂട്ടിയാലാണ് 2 കിട്ടുക അല്ലെ. 1നോട് 1 കൂട്ടിയാലാണ് നമുക്ക് 2 കിട്ടുക. പ്ലസ് 1 ചെയ്താലാണ് നമുക്ക് 2 കിട്ടുക. അപ്പോൾ ഇവിടെ എക്സിനോട് എന്ത് തന്നെ കൂട്ടണം? 2 കണ്ടുപിടിക്കാൻ എക്സിനോടും നമ്മൾ 1 തന്നെ കൂട്ടണം. എക്സ് പ്ലസ് 1. അപ്പോൾ 3 എങ്ങനെയായിരിക്കും? 1നോട് 2 കൂട്ടിയാലാണ് 3 കിട്ടുക. അപ്പോൾ ഇവിടെ 3യുടെ സ്ഥാനത്ത് എത്ര വരും? എക്സിനോടും 2 കൂട്ടണം. എക്സ് പ്ലസ് 2. 4ന്റെ കേസ് എടുക്കുമ്പോൾ 1നോട് 3 കൂട്ടിയാലാണ് 4 കിട്ടുക. അപ്പോൾ എക്സിനോടും 3 കൂട്ടണം. അപ്പോൾ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3. ഇങ്ങനെയാണ് എന്ത് ഓൾജിബ്രിക് ഫോമിലേക്ക് ഈ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ മാറ്റി വെക്കേണ്ടത്. ഫസ്റ്റ് നമ്പർ എപ്പോഴും എക്സ് ആയിരിക്കണം, അതിനോട് വേണം നമ്മൾ കൂട്ടി പോകാനായിട്ട്. ഓക്കെ, യെസ്, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 31
ഇൻറ്റു 51. 31നെ 51 ഗുണിക്കാനാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലൊരു ഗുണനമല്ല, ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഗുണിക്കാം എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കാം, നമ്മൾ 31നെ 30+1 എന്നൊന്ന് മാറ്റി എഴുതി. 30+1 എന്ന് പറഞ്ഞാലും 31 എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ. അപ്പോൾ അത് x+y അല്ലെങ്കിൽ x+1 ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 30x ആയിട്ട് എടുത്തു, അതിനോട് 1 കൂട്ടുന്നു, x+1 ദാറ്റ് ഈസ് 30+1. പിന്നീട് 50യും 1ഉം കൂടി എടുത്തു. 50 ഏതാണ്? y ആക്കി എടുത്തു, y+1 ദാറ്റ് ഈസ് 50+1. എന്നിട്ട് എന്താണ്? x+1 ഇൻറ്റു y+1 നമ്മളങ്ങ് എക്സ്പാൻഡ് ചെയ്തേക്കുവാണ്. ദേ കണ്ടില്ലേ, x ഇൻറ്റു y ദാറ്റ് ഈസ് xy, x ഇൻറ്റു 1 ദാറ്റ് ഈസ് x, പിന്നീട് 1 ഇൻറ്റു y ദാറ്റ് ഈസ് y, 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. അപ്പോൾ എന്താണ് ഇക്വേഷൻ? xy പ്ലസ് x പ്ലസ് y പ്ലസ് 1 എന്നാണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ വരേണ്ടത്. സെയിം തന്നെയാണ് നമ്മളിവിടെ 30+1 ഇൻറ്റു 50+1 ചെയ്യുമ്പോഴും ചെയ്യുന്നത്. എന്താണ്? ആദ്യം 30 ഇൻറ്റു 50 ദാറ്റ് ഈസ് 1500. ഞാൻ ഒന്ന് വരയ്ക്കാം. 30 ഇൻറ്റു 50, പിന്നീട് 30 ഇൻറ്റു 1. അടുത്തത് 1നെ പിടിക്കണം. 1 ഇൻറ്റു 50, 1 ഇൻറ്റു 1. സെയിം പരിപാടിയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്കാം, 30 ഇൻറ്റു 50 എത്രയാണ്? 1500. 30 ഇൻറ്റു 50, 3 ഇൻറ്റു 5 ചെയ്യാം, 2 0 ഇട്ട് കൊടുക്കാം. 3 ഇൻറ്റു 5 15, 15നോടൊപ്പം 2 0 അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ 30 ഇൻറ്റു 1 ദാറ്റ് ഈസ് 30. പിന്നെ 1 ഇൻറ്റു 50 ദാറ്റ് ഈസ് 50, 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1581 എന്നാണ് നമുക്ക് 31 ഇൻറ്റു 51 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസർ. ഇവിടെയാണ് നമുക്ക് എല്ലാം പോസിറ്റീവ് തന്നെയാണ് വരിക അല്ലേ? കാരണം എന്താ? 30+1 50+1 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷനിൽ എല്ലായിടത്തും പോസിറ്റീവ് പ്ലസ് സൈൻ തന്നെയാണ് വരേണ്ടത്. ആൻസർ എത്രയാണ്? 1581. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ്. 9.5 ഇൻറ്റു 3.5, 9.5യും 3.5യും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, 9.5നെ നമുക്ക് 9 + 0.5, 9 + അര എന്ന് എഴുതാം അല്ലേ? ആൻഡ് ഇൻറ്റു അടുത്ത ഏതാണ്? 3.5, 3 + അര, 3 + അര 3.5 ഇങ്ങനെ എഴുതുന്നു. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. 9നെ 3 വെച്ചിട്ട്, 9നെ 0.5 വെച്ചിട്ട്, പിന്നീട് 0.5നെ 3 വെച്ചിട്ട്, 0.5നെ 0.5 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ. ഓക്കെ, നോക്കാം. 9 ഇൻറ്റു 3, 9 ഇൻറ്റു 3 എത്രയാണ്? 27. 9 ഇൻറ്റു 3 27. ഇനി നമ്മൾ അങ്ങനെ എടുത്ത് എഴുതില്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്ത് പോകാനായിട്ട് പഠിക്കാം. 9 ഇൻറ്റു 3 27. അതിനുശേഷം 9 ഇൻറ്റു 0.5 അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതുവാണ്. 9 ഇൻറ്റു 0.5 പ്ലസ് അടുത്ത ഏതാണ്? 0.5 ഇൻറ്റു 3, 0.5 ഇൻറ്റു 3, ലാസ്റ്റ് 0.5 ഇൻറ്റു 0.5 എല്ലാം എഴുതി. ഓക്കെ, അതിനുശേഷം നോക്കാം, 27 എഴുതി. ഇവിടെ നോക്കുമ്പോൾ 9 ഇൻറ്റു 0.5ഉം 0.5 ഇൻറ്റു 3യും രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 0.5 ഉണ്ട്. അയാളെ ഒന്ന് പുറത്തേക്ക് എടുക്കുവാണ്. അയാളെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആര് വരും? ഇവിടെ 0.5 എടുത്താൽ ബാക്കി 9 ഉള്ളൂ അല്ലേ? അപ്പോൾ 9 എഴുതി. പ്ലസ് ഇവിടെ 0.5 എടുത്താൽ ബാക്കി ആരുള്ളൂ? 3 ഉള്ളൂ, 3 എഴുതി. പ്ലസ് 0.5 ഇൻറ്റു 0.5, 5 ഇൻറ്റു 5 എത്രയാണ്? 25. സോ 0.25 എന്നാണ് അവിടുത്തെ ആൻസർ വരിക. ഇനി നമുക്ക് നോക്കാം, 27 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 എന്നാണ്. അരയെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്താവും? 1/2 എന്നാവും അല്ലേ? ഇൻറ്റു 9 + 3 12. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. 9 + 3 12 പ്ലസ് 0.5. ഇനി നമ്മൾ 12നെ ഹാഫ് ആക്കിയാൽ മതി, നമ്മുടെ ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, 27 പ്ലസ് 12ന്റെ പകുതി എത്രയാണ്? 6. 6 പ്ലസ് 0.5 ഇതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. 27 പ്ലസ് 6 ചെയ്യുമ്പോൾ നമുക്ക് 33.5 കൂടി കൂട്ടുമ്പോൾ 33.5 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ 9000 ഇൻറ്റു 3.5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 33.5 എന്നാണ് കിട്ടുന്നത്. യെസ്, അപ്പോൾ 5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 0.25 എന്ന് കിട്ടുന്നു. പിന്നീട് 27 പ്ലസ് ഹാഫ് ഇൻറ്റു 12 പ്ലസ് 0.25 നമ്മൾ ഇവിടെ ഹാഫ് ഇൻറ്റു 12നെ പകുതിയാക്കുന്നു. 12നെ പകുതിയാക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 6 എന്ന് കിട്ടുന്നു. 12ന്റെ പകുതി 6 എന്ന് കിട്ടുന്നു. അപ്പോൾ 27 പ്ലസ് 6 പ്ലസ് 0.25 അപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 27 6 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 33 ആണ്. അതിനോടൊപ്പം 0.25 കൂടി കൂട്ടുമ്പോൾ 33.25 എന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The product of two numbers is 1400 and their sum is 81. What is the product of the numbers next to each other? രണ്ട് സംഖ്യകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ സംഖ്യകൾക്ക് നമ്പേഴ്സിന്
എക്സ് എന്നും വൈ എന്നും പേര് കൊടുക്കുകയാണ്. എക്സ് എന്നും വൈ എന്നും പേര് കൊടുക്കുക. ഏതാണ് നമ്പേഴ്സ് നമുക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് വൈ എന്ന് പേര് കൊടുക്കുന്നു. ആൻഡ് അതിന്റെ പ്രൊഡക്റ്റ്, അതിന്റെ ഉൽപ്പന്നം, പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എത്രയാണ് കിട്ടേണ്ടത്? 1400 കിട്ടണം. എത്രയാണ്? 1400. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻഡ് ദിയർ സം, അവയുടെ തുക കിട്ടണമെങ്കിൽ അത് ആഡ് ചെയ്യണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 81. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 81. നമുക്ക് അതാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല. എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? അതായത് എക്സ് എന്നും വൈ എന്നും പറഞ്ഞ് കിടക്കുന്ന നമ്പേഴ്സിന് തൊട്ടടുത്തുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്താണ്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മുടെ നമ്പർ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനടുത്ത് കിടക്കുന്ന സംഖ്യ എന്തായിരിക്കും? ഇപ്പോൾ 1 ആണ്, 1ന്റെ അടുത്ത് കിടക്കുന്നത് 2 ആണല്ലേ. 2 കണ്ടുപിടിക്കാനായിട്ട് 1നോട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ എക്സിനോടും 1 കൂട്ടുന്നു. പിന്നെ വൈൻ്റെ കേസിലും അത് തന്നെ, തൊട്ടടുത്ത ആളെ കണ്ടുപിടിക്കാനായിട്ട് y പ്ലസ് 1 എന്ന് ചെയ്യുന്നു. ഇവയുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ദാറ്റ് മീൻസ് ഇവരെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. നമുക്ക് നോക്കുമ്പോൾ അറിയാം, എക്സ് ഇൻറ്റു വൈ that is xy and x into 1 that is x, പിന്നെ 1 into y that is y and 1 into 1 that is 1. ആൻഡ് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എക്സ് വൈയും എക്സ് പ്ലസ് വൈയും ഫോമിലേക്ക് ഇത് മാറി അല്ലേ. എക്സ് വൈ എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1400. ആൻഡ് എക്സ് പ്ലസ് വൈ എത്രയാണ്? അതും നമുക്ക് തന്നിട്ടുണ്ട് 81 പ്ലസ് 1. ഇത് മൂന്നും കൂടി അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. എത്രയാണ് അപ്പോൾ? 1400ഉം 81 കൂടി കൂട്ടുമ്പോൾ 1481, അതിൻ്റെ കൂടെ ഒരു 1 കൂടി കൂട്ടുമ്പോൾ 1482 എന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരേണ്ടത്. സോ തൊട്ടടുത്തുള്ള സംഖ്യകളുടെ സം എത്രയാണ് വരേണ്ടത്? 1482 എന്നാണ് നമുക്ക് കിട്ടുന്നത്. യെസ്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഗെസ് എ ജനറലൈസേഷൻ ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ഓൾജിബ്ര. അപ്പോൾ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് നമുക്ക് ഓൾജിബ്ര യൂസ് ചെയ്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3, the product of two numbers, one of which leaves remainder 1 on division by 3 and other remainder 2. അതായത് ഏതോ ഒരു സംഖ്യ ഗുണിക്കുമ്പോൾ, ഗുണിക്കുകയല്ല, ഡിവൈഡഡ് ബൈ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണം, 2ഉം റിമൈൻഡർ വരണം. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിക്കോളൂ. യെസ്, റിമൈൻഡർ 1ഉം വരണം, റിമൈൻഡർ 2ഉം വരണം. എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ? ഡിവൈഡ് ബൈ 3 ആൻഡ് ഡിവൈഡഡ് ബൈ 3. 3 വെച്ചാണ് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ റിമൈൻഡർ ഫസ്റ്റ് കേസിൽ 1 എന്നും സെക്കൻഡ് കേസിൽ 2 എന്നുമാണ് വരേണ്ടത്. അപ്പോൾ ഇതിന് കോമൺ ആയിട്ടൊരു ജനറൽ ഫോർമുലയുണ്ട്, 3m പ്ലസ് 1. എത്രയാണ്? 3m പ്ലസ് 1. അതായത് റിമൈൻഡർ 1 വരുന്നു, 3 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് അടുത്തതിൽ എന്താണ്? 2 ആണ് റിമൈൻഡർ വരേണ്ടത് അല്ലേ. സോ അതിന് 3m പ്ലസ് 2 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. യെസ്, നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. പ്രൊഡക്റ്റിന് ഞാൻ പി എന്ന് കൊടുക്കുകയാണ്. 3m പ്ലസ് 1 എന്നും 3m പ്ലസ് 2 എന്നുമാണ് നമുക്ക് കിട്ടിയ രണ്ട് ഫോർമുലാസ്. ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു. യെസ്, അപ്പോൾ നമുക്കറിയാം 3m ഇൻറ്റു 3m ആൻഡ് 3m ഇൻറ്റു 2, 1 ഇൻറ്റു 3m ആൻഡ് 1 ഇൻറ്റു 2. ഓക്കെ, 3m ഇൻറ്റു 3m, 3mനെ 3m വെച്ച് നമ്മൾ ഗുണിക്കുന്നു. 3 ഇൻറ്റു 3 എത്രയാണ്? 3 ഇൻറ്റു 3 9 ആണ്. m ഇൻറ്റു m, m ഇൻറ്റു m ചെയ്യുമ്പോൾ നമുക്ക് m സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. എത്രയാണ്? m സ്ക്വയർ. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം 3m ഇൻറ്റു 2, 3m ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 3 ഇൻറ്റു 2 6, therefore 6m എന്ന് കിട്ടുന്നു. പിന്നീട് 1 ഇൻറ്റു 3m, 1 ഇൻറ്റു 3m 3m തന്നെയാണ്. പിന്നീട് 1 ഇൻറ്റു 2 2. നമുക്ക് നോക്കാം, 9m സ്ക്വയർ പ്ലസ് 6 പ്ലസ് 3 9m പ്ലസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെയും 9 ഉണ്ട്, ഇവിടെയും 9 ഉണ്ട്. അപ്പോൾ 9 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. 9 കോമൺ ആയിട്ടുണ്ട്, ഇവിടെയും 9 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ആണ് പുറത്തേക്ക് എടുക്കുന്നത്. 3 പുറത്തേക്ക് എടുക്കുന്നു. 3 പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ അകത്ത് എന്ത് വരും? 3m സ്ക്വയർ. 3m സ്ക്വയർ. ഇവിടെ എന്ത് വരും? 3m. എന്നാൽ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3m സ്ക്വയർ 9m സ്ക്വയർ എന്നും 3 ഇൻറ്റു 3m 9m എന്നും ആകുന്നുള്ളൂ. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, പ്ലസ് 2. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോമിലേക്ക് വന്നല്ലേ. 3m പ്ലസ് 1 എന്ന് പറയുന്ന ഫോമിലേക്ക് തന്നെയാണ് ഇതും കിടക്കുന്നത്. 3 ഇൻറ്റു 3m സ്ക്വയർ പ്ലസ് 3m പ്ലസ് 2. അതായത് 3 ഇൻറ്റു ഇതാണ് നമ്മുടെ ഇവിടുത്തെ നമ്പർ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ നമ്പർ. 3 ഇൻറ്റു നമ്പർ പ്ലസ് 2, 3 ഇൻറ്റു നമ്പർ പ്ലസ് 2.
യെസ്, നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ കിട്ടി. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 4. ഇവിടെ 4 വെച്ചാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, നമ്മൾ നേരത്തെ എടുത്ത പോലെ ആ 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കണം. വൺ ഓഫ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1. ഒരെണ്ണം 1 ആണ് കിട്ടേണ്ടത്, റിമൈൻഡർ ശിഷ്ടം 1 കിട്ടണം. ആൻഡ് മറ്റൊരെണ്ണം എന്താണ് കിട്ടുന്നത്, റിമൈൻഡർ 2. അപ്പൊ നമുക്കൊന്ന് നോക്കാം. റിമൈൻഡർ 1 കിട്ടണം, റിമൈൻഡർ 2 കിട്ടണം. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 4 ആൻഡ് ഡിവൈഡ് ബൈ 4. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തത് വെച്ചിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്. 4m 1 ആണ് റിമൈൻഡർ വരുന്നെങ്കിൽ 4m + 1 എന്നാണ് ജനറൽ ഫോർമുല. 2 ആണ് വരുന്നെങ്കിൽ 4m + 2 ആണ് ജനറൽ ഫോർമുല വരേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. P = പ്രൊഡക്റ്റിന് ഞാൻ P എന്നാണ് കൊടുക്കുന്നത്. 4m + 1 × 4m + 2. നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 4m × 4m, ദാറ്റ് ഈസ് 4 × 4 16, m × m m² കൊടുത്തു, പ്ലസ് 4 × 2 4 × 2 ദാറ്റ് ഈസ് 4m × 2 8m എന്ന് കിട്ടുന്നു. പിന്നീട് 1 × 4m ദാറ്റ് ഈസ് 4m, പിന്നീട് 1 × 2 ദാറ്റ് ഈസ് 2. ഇനി നമുക്ക് നോക്കുമ്പോൾ 8m ഉം 4m ഉം അടുപ്പിച്ച് കിടപ്പുണ്ടല്ലേ. അപ്പോൾ 8 ഉം 4 ഉം കൂടി നമുക്ക് കൂട്ടി 12m എന്ന് എഴുതുന്നു. 12m എന്ന് എഴുതുന്നു, പ്ലസ് 2 എന്ന് എഴുതുന്നു. നമ്മൾ ഇതിനകത്ത് നിന്ന് കോമൺ ആയിട്ട് ഒരാളെ പുറത്തേക്ക് എടുക്കണം അല്ലേ. 16m ഉണ്ട്, 12m ഉണ്ട്. യെസ്, 16 ഉം 12 ഉം 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ. അപ്പോൾ നമ്മൾ 4 ആണ് പുറത്തേക്ക് എടുക്കുന്നത്. 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ എന്ത് വരണം, 4m² പ്ലസ് 12m വരുമ്പോൾ 3 ആണ് വരുന്നത് അല്ലേ. എന്നാലേ 3 × 4 12 എന്ന് വരുള്ളൂ. 3 × 4 12 പ്ലസ് 2 അകത്ത് തന്നെ കൊടുക്കുന്നു. ഇവിടെയും നോക്ക്, ഇതും നമ്മുടെ മറ്റേ ഫോമിലേക്ക് മാറ്റിയതേ 4m + 1 എന്ന് പറയുന്ന ഫോമിലേക്കാണ് ഇത് മാറിയിരിക്കുന്നത്. 4 × 4m² + 3m + 2 എന്നുള്ള ഫോമിലേക്ക് ഇത് മാറി. അപ്പോൾ ഇതാണ് ഇതിന്റെ ജനറൽ ഇക്വേഷൻ വരേണ്ടത്. യെസ്, ഈ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫറൻസ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ 2 നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ് ആൻഡ് 2 ഇൻ ദ മിഡിൽ ഓഫ് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അടുത്തടുത്തുള്ള 6 നാച്ചുറൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ള 6 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് അറ്റ് ദ എൻഡ് എന്താണ്, അറ്റത്തുള്ള 2 സംഖ്യകളുടെയും 2 ഇൻ ദ മിഡിൽ നടുക്കുള്ള 2 സംഖ്യകളുടെയും പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ്, അതിന്റെ ഉൽപ്പന്നം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ വ്യത്യാസവും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. യെസ്, 6 സംഖ്യ വേണമല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാന്നുള്ളത് നമ്മൾ പഠിച്ച സംഗതിയാണ്. എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയായിരിക്കണം, x+1, പിന്നീട് x+2, x+3, x+4. ഇപ്പൊ എത്ര സംഖ്യ, 1 2 3 4 5, ഒരെണ്ണം കൂടി വേണം അല്ലേ. 6 സംഖ്യയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്, x+5. അപ്പൊ നമുക്ക് ആദ്യം അറ്റത്തുള്ള 2 ഇതും എക്സും x+5 ഏതൊക്കെയാണ്, ഫസ്റ്റത്തെ എക്സും പിന്നീടുള്ള x+5. അതിനെ നമുക്കൊന്ന് നോക്കാം. x × x+5 അതിന്റെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. നോക്കുമ്പോൾ x × x, x × 5. x × x എത്രയാണ്, x × x ദാറ്റ് ഈസ് x² പ്ലസ് x × 5 എത്രയാണ്, 5x. പിന്നീട് അപ്പോൾ നമ്മൾ അറ്റത്തുള്ള 2 കൊടുത്തു. ഇനി നടുക്കുള്ളത് ആരൊക്കെയാണ്, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് x+2 ഉം x+3 ഉം ആണ് നടുക്കുള്ളത് അല്ലേ. നോക്കുമ്പോൾ നമുക്കറിയാം x+2 ഉം x+3 ഉം അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു, അവ തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുക്കുന്നു. x+2 × x+3 നമുക്കൊന്ന് നോക്കാം. x × x, x × 3, 2 × x, 2 × 3 നോക്കാം. x × x എത്രയാണ്, x² പ്ലസ് x × 3 എത്രയാണ്, 3x. പിന്നീട് 2 × x 2x ആൻഡ് 2 × 3 ദാറ്റ് ഈസ് 6 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, 2x ഉം 3x ഉം ഉണ്ട്, രണ്ടും കൂടി അങ്ങ് കൂട്ടാം. x² പ്ലസ് 3x + 2x 5x ആണ് അല്ലെ. 3 + 2 5 ആണ്, അപ്പോൾ 5x എന്ന് കിട്ടും, പ്ലസ് 6. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനും കിട്ടി, ഇക്വേഷൻ നമ്പർ 1 എന്നും കിട്ടി, ഇക്വേഷൻ നമ്പർ 2 എന്നും കിട്ടി. ഇവരുടെ എന്താണ് ഡിഫറൻസ് എടുക്കണം അല്ലെ, ഇവരുടെ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്ത് x² + 5x, ഇവിടെയാണെന്നുണ്ടെങ്കിൽ x² + 5x + 6. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഒരു 6ന്റെ വ്യത്യാസം മാത്രമേ അവർ തമ്മിലുള്ളൂ. അപ്പോൾ ഡിഫറൻസ് എത്രയാണ് വരേണ്ടത്, അവർ തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ഇതുപോലെ 6 നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്തടുത്ത് തന്നിട്ടുണ്ട്. അവരുടെ അറ്റത്തുള്ള 2 സംഖ്യകളുടെയും നടുക്കുള്ള സംഖ്യകളുടെയും പ്രൊഡക്റ്റ് എടുത്തിട്ട് ഡിഫറൻസ് എടുത്താൽ അപ്പോൾ എപ്പോഴും കിട്ടുന്ന വ്യത്യാസം 6 തന്നെയായിരിക്കും. അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ തെളിയിക്കുന്നത്.
യെസ്, ഇതാണ് നമ്മുടെ കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ. ഒരു കുറേ നമ്പേഴ്സ് ഉള്ള ഒരു കലണ്ടർ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിറച്ച് സംഖ്യകൾ വന്നിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് ഒരു ബോക്സ് നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് എടുക്കണം. നമ്മൾ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ഇതാണ്. 6, 8, 10, 9, 12, 15, 12, 16, 20 ഒരു സർട്ടൺ പാറ്റേണിൽ താഴത്തേക്കാണ് ഇത് പോയേക്കണേ. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ആൻഡ് മാർക്ക് ദ നമ്പേഴ്സ് അറ്റ് ദ 4 കോർണേഴ്സ്. അല്ലെ, 9 സംഖ്യകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും 4 കോർണേഴ്സ്, 4 മൂലകളിലുള്ള 4 നമ്പേഴ്സ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സംസ്? കർണസംഖ്യകളുടെ വ്യത്യാസം എന്താണ്? ഡയഗണൽ ആയിട്ട് എടുക്കാന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ നമുക്ക് നമ്പേഴ്സ് എടുക്കുമ്പോൾ 6, 10, 12, 20 ഡയഗണലിൽ എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്? 6ഉം 20ഉം പെയറാവും, 10ഉം 12ഉം പെയറാകും. അപ്പൊ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സം? ഡയഗണൽ സം ആണ് എടുക്കേണ്ടത്. അപ്പോൾ 6ഉം 20ഉം കൂടി ആദ്യം ഒന്ന് കൂട്ടണം. 6 + 20 26 എന്ന് വരും അല്ലെ, 26 എന്ന് വരും. അതിനുശേഷം 12 + 10 12 + 10 ചെയ്യുമ്പോൾ നമുക്ക് 22 എന്ന് കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് കണക്കാക്കണം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 26ഉം 22ഉം കൂടി നമുക്ക് കുറയ്ക്കും പറയാം. 26 - 22 നമുക്ക് 4 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. എത്രയാണ്? 4 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 4 നമ്പേഴ്സ്, 4 മൂലകളിലുള്ള നമ്പേഴ്സ് എടുത്തു, അതിനെ ഡയഗണലി സമ്മ് ചെയ്യുന്നു. ഡയഗണലി നമ്മൾ സമ്മ് ചെയ്തു, അതിനുശേഷം അവരുടെ വ്യത്യാസം കണ്ടുപിടിച്ചു. വ്യത്യാസം കണ്ടുപിടിക്കാൻ നമുക്ക് 26 - 22 4 എന്ന് കിട്ടും. ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ അത്രേ ചെയ്യാനായിട്ടുള്ളൂ. അടുത്തതിലേക്ക് നോക്കാം. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ വി ഗെറ്റ് ദ ഡിഫറൻസ് ആസ് 4 ഇൻ ഓൾ സച്ച് സ്ക്വയേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ഏത് 9 സംഖ്യയുള്ള സ്ക്വയർ എടുത്താലും നമുക്ക് കിട്ടുന്ന വ്യത്യാസം 4 തന്നെയായിരിക്കും. ഡയഗണലി സമ്മ് ചെയ്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 4 തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് 4 കിട്ടുന്നത് എന്നുള്ളത് ഓൾജിബ്ര യൂസ് ചെയ്ത്, ബീജഗണിതം ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, നമ്മുടെ 4 നമ്പേഴ്സ് 6, 10, 12, 20 നമ്മൾ ഇനി ഇതിനെ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നല്ലേ കലണ്ടറിൽ എങ്ങനെയാണ് ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റുന്നത് എന്നുള്ളത്. എക്സ് 6ന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ 10 കിട്ടാനായിട്ട് 6നോടൊപ്പം 4 കൂട്ടിയാലാണ് 10 കിട്ടുന്നത്. അപ്പോൾ x + 4 ആൻഡ് 12 കിട്ടാനായിട്ട് എക്സിനോട് 6 കൂട്ടണം ആൻഡ് 20 കിട്ടാനായിട്ട് 14 കൂട്ടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എടുത്തെഴുതുന്നു ഡയഗണൽ പെയേഴ്സ് എടുക്കണം അല്ലെ. ഡയഗണൽ പെയേഴ്സ് എടുക്കുമ്പോൾ എക്സും x + 14 ഒരു പെയർ ആൻഡ് എക്സും x + 6 അടുത്ത പെയർ. ഇവർ തമ്മിൽ സം ചെയ്യാനാണ് പറഞ്ഞേക്കണം അല്ലേ. അപ്പോൾ ആദ്യം x + x + 14 x + x + 14 x + 6 2x. അപ്പോൾ 2x + 14 എന്നാണ് ഫസ്റ്റത്തെ കിട്ടുന്നത്. 2x + 14 എന്നാണ് ഫസ്റ്റത്തെ പെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അടുത്തത് x + 4 + x + 6 മൈനസ് അല്ല, മൾട്ടിപ്ലിക്കേഷനും അല്ല, പ്ലസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്, മറക്കരുത്. x + 4 + x + 6 എക്സും എക്സും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടുന്നുണ്ട് ആൻഡ് 6ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ 2x + 14ഉം 2x + 10ഉം. ഇനി ഒന്ന് നോക്കിയേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 2x + 14ൽ നിന്നും 2x + 10 കുറച്ചാൽ എത്രയാണ് കിട്ടേണ്ടത്? 2xും 2xും അപ്പം തന്നെ ക്യാൻസൽ ആയിപ്പോയി, കാരണം സെയിം ആയിട്ടുള്ളതാണ്, അപ്പം തന്നെ ക്യാൻസൽ ആയിപ്പോയി. 14ൽ നിന്നും 10 കുറച്ചാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 4 ആണ്. നമുക്ക് നേരത്തെ നമ്പർ ചെയ്തപ്പോഴും 4 തന്നെയാണ് കിട്ടിയത്. ഓൾജിബ്രിക് ഫോമിലേക്ക് വരുമ്പോഴും അത് സെയിം ആയിട്ട് 4 എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ച് ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ. അപ്പോൾ ഒരു റെക്ടാംഗിൾ, ഒരു ചതുരം തന്നിട്ടുണ്ട്, അതിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ് ആൻഡ് ഇറ്റ്സ് ഏരിയ, വിസ്തീർണം എത്രയാണ്? 70 സ്ക്വയർ സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ ഷോർട്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നീളത്തിന് ഞാൻ x എന്നും വീതിക്ക് ഞാൻ y എന്നും കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റെക്ടാംഗിൾ. അപ്പോൾ നമ്മുടെ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 2 × l + b 2 × l + b. അല്ലെങ്കിൽ നമ്മളിവിടെ എല്ലിനും ബീനും പകരം എന്താ കൊടുത്തിരിക്കുന്നത്? x എന്നും y എന്നും. സോ 2 × x + y 2 × x + y. എത്രയാണ് 2 × x + y? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ. അപ്പം നമ്മൾ അപ്പം തന്നെ ഇക്വേറ്റ് ചെയ്ത് എഴുതുവാണ്. 2 × x + y = 40. ഇതിൽ നിന്ന് നമുക്ക് x + y കണ്ടുപിടിക്കാമല്ലോ. x + y നെ നമ്മൾ ഇവിടെ നിർത്തുന്നു, ഡിവൈഡഡ് ബൈ 2 അപ്പുറം ചെല്ലുമ്പോൾ എന്താവുന്നു? മൾട്ടിപ്ലിക്കേഷൻ അപ്പുറം ചെല്ലുമ്പോൾ എന്താവുന്നു? ഡിവിഷൻ ആകുന്നു. 40 ഡിവൈഡ് ബൈ 2 അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? x + y = 40/2 ദാറ്റ് ഈസ് 20 എന്ന് കിട്ടുന്നു. 40/2 20 എന്ന് കിട്ടുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ഏരിയയും തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? ഏരിയ, ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം L × B.
L into B എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. സോ x into y ആണ് നമ്മുടെ L into B. x into y ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 70 എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് കൊടുക്കാം 70 എന്ന് കൊടുക്കുന്നു. x into y ഈക്വൽ ടു 70 എന്ന് കൊടുത്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ ഷോർട്ടർ. അതായത് ഇത്രയും ബ്രെഡ്ത്ത് ഉണ്ടായിരുന്ന ആ ഒരു റെക്ടാങ്കിളിനെ 3 സെന്റിമീറ്റർ കുറച്ചു. അതായത് 3 സെന്റിമീറ്റർ കുറച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടം തൊട്ടാണ് എടുക്കുന്നത് കേട്ടോ. ആൻഡ് ലെങ്ത്തും 3 സെന്റിമീറ്റർ കുറച്ചു. അപ്പോൾ എന്താവും? ലെങ്ത്തും അത്രയും വരില്ല. ഇതാണ് നമ്മുടെ ചെറിയ റെക്ടാങ്കിൾ. അപ്പൊ എന്താണ്? എക്സ് എന്ന് പറയുന്ന സൈഡ് ഇനി മുതൽ എന്തായി മാറും? എക്സ് മൈനസ് എത്ര സെന്റിമീറ്റർ കുറയ്ക്കണ്ടേ? 3 സെന്റിമീറ്റർ കുറയ്ക്കണം. എക്സ് മൈനസ് 3 ആകുന്നു അല്ലെ. ഇപ്പോൾ എക്സ് ഉണ്ടായിരുന്നത് കുറഞ്ഞു, എക്സ് മൈനസ് 3 ആയി. പിന്നെ വൈ ഉണ്ടായിരുന്നതോ? വൈയും 3 സെന്റിമീറ്റർ കുറഞ്ഞു. ദാറ്റ് ഈസ് വൈ മൈനസ് 3. ഇങ്ങനെ വരുന്ന ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. യെസ്, അപ്പോൾ നമ്മുടെ ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏരിയ ഈക്വൽ ടു എന്താണ് ഇനി വരേണ്ടത്? എക്സ് മൈനസ് 3യും വൈ മൈനസ് 3യും. എക്സ് മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് 3. നമുക്ക് നോക്കാം എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാമെന്ന്. ആദ്യം തന്നെ എക്സ് ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് വൈ. എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈസ് എക്സ് വൈ. എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x. അതാണ് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത്. എക്സ് ഇൻറ്റു മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 3x. പിന്നെ മൈനസ് 3 ഇൻറ്റു വൈ. മൈനസ് 3 ഇൻറ്റു വൈ ദാറ്റ് ഈസ് മൈനസ് 3y. പിന്നീട് മൈനസ് 3 ഇൻറ്റു മൈനസ് 3. അപ്പം എത്ര വരും? പ്ലസ് 3 ഇൻറ്റു 3 9. 3 ഇൻറ്റു 3 9 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയാം, കാണുമ്പോൾ നമ്മുടെ മനസ്സിലാവുന്നുണ്ട് 3 രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മൈനസ് 3നെ പുറത്തേക്ക് എടുക്കുന്നു. മൈനസ് 3നെയാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഉള്ളിൽ എന്ത് വരും? എക്സും ഉള്ളിൽ മൈനസ് വരുമോ? ഇല്ല, ഉള്ളിൽ പ്ലസ് ആണ് വരേണ്ടത്. എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്നാണ് വരേണ്ടത്. കാരണം എന്നാലേ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കിട്ടുള്ളൂ. നോക്കി, മൈനസ് 3 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് മൈനസ് 3x. മൈനസ് 3 ഇൻറ്റു പ്ലസ് വൈ ദാറ്റ് ഈസ് മൈനസ് 3y. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. പ്ലസ് 9. മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 9 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എക്സ് വൈയും എക്സ് പ്ലസ് വൈയും അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു അല്ലേ. നേരത്തെ റെക്ടാങ്കിളിൽ നിന്നും നമ്മൾ എക്സ് വൈ 70 എന്നും എക്സ് പ്ലസ് വൈ 20 എന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എക്സ് വൈ എത്രയാണ്? 70 മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ എത്രയാണ്? 20 പ്ലസ് 9. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 70 മൈനസ് 3 ഇൻറ്റു 20 എത്രയാണ്? 60 പ്ലസ് 9. അപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് 70ൽ നിന്നും 60 കുറയ്ക്കുക. എത്രയാണ്? 10 ആണ്. 10 പ്ലസ് 9 19 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ ആൻസർ എത്രയാണ്? 19. 70 മൈനസ് 60 10, 10 പ്ലസ് 9 19 എന്നാണ് ഈ ഒരു ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടുന്നത്. 19 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൂടി എഴുതണം. സെന്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് കൂടി എഴുതി അവസാനിപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. when each of the two numbers are increased by 1, അതായത് രണ്ട് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, എക്സ് എന്നും വൈ എന്നും രണ്ട് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇൻക്രീസ് ബൈ 1, അപ്പോൾ ഓരോ നമ്പേഴ്സും ഓരോന്ന് വെച്ച് കൂട്ടുവാണ്. എക്സ് പ്ലസ് 1 എന്നും വൈ പ്ലസ് 1 എന്നും ആക്കി. എക്സും കൂട്ടി വൈയും കൂട്ടി. then the product becomes 1271. അതായത് കൂട്ടിയ ആ നമ്പേഴ്സ് തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 1271. അതിനുശേഷം ഈച്ച് ഈസ് ഡിക്രീസ്ഡ്. പിന്നീട് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുകയാണ്. എക്സ് മൈനസ് 1ഉം വൈ മൈനസ് 1ഉം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എത്രയാണ്? 1131 എന്നാണ് കിട്ടുന്നത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? ഇവയുടെ പ്രൊഡക്റ്റ് എത്രയാണ്? അതായത് എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു എന്നാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കാം. യെസ്, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1271 ആണ്. 1271. അപ്പോൾ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈസ് എക്സ് വൈ എന്ന് കിട്ടുന്നു. എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് എക്സ് എന്ന് കിട്ടുന്നു. വൈ 1 ഇൻറ്റു വൈ വൈ പ്ലസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഫസ്റ്റത്തേൽ എന്താണ്? എക്സ് വൈയും രണ്ടാമത്തേലും എക്സ് വൈ ആണ് കിടക്കുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈയും കൂടി കൂട്ടിയാൽ 2xy എന്ന് കിട്ടുന്നു. 2xy എന്ന് കിട്ടുന്നു. അതിനുശേഷം നോക്കുമ്പോൾ പ്ലസ് എക്സ് ഉണ്ട് മൈനസ് എക്സ് ഉണ്ട്, ക്യാൻസൽ ആയി പോകും. പ്ലസ് എക്സ് ചെയ്യുമ്പോൾ പ്ലസും മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ മൈനസ് ആണ്, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകുന്നു. സെയിം തന്നെ ഇവിടെ വൈ പ്ലസ് മൈനസ് വൈ മൈനസ് വൈ അതും 0 ആയി പോകുന്നു. പിന്നെ 1 പ്ലസ് 1 ദാറ്റ് ഇസ് 2. സോ 2x പ്ലസ് 5 പ്ലസ് 2 ഈക്വൽ ടു ഇത് രണ്ടും കൂടി കൂട്ടണം അല്ലേ. 1 പ്ലസ് 1 2, 7 3 10 0 മുകളിൽ 4 2402 എന്നാണ് അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 2xy ഇവിടെ നിർത്തിക്കൊണ്ട് പ്ലസ് 2 അപ്പുറം ചെല്ലുമ്പോൾ എന്താവും? -2 ആവും അല്ലേ. അപ്പോൾ 2402 -2 എത്ര കിട്ടും?
2xy ഈക്വൽ ടു 2402 നിന്നും 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 2400 എന്ന് കിട്ടുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2xy ആണോ? അല്ല, xy ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ xy-നകത്ത് കണ്ടുപിടിക്കാലോ. xy ഈക്വൽ ടു ഇതിൽ നിന്നും xy എത്ര കിട്ടുന്നു? xy ഇവിടെ നിർത്തിക്കൊണ്ട് ഇൻറ്റു 2 അപ്പുറം ചെല്ലുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2 ആവുന്നു. 2400 ഡിവൈഡഡ് ബൈ 2. 24 അങ്ങ് പകുതിയാക്കിയാൽ മതി. 24 പകുതിയാക്കുമ്പോൾ 12 ആണ്. 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ സം അല്ല, പ്രൊഡക്റ്റിന്റെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അവർ തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എത്രയാണ്? 1200 എന്നാണ്. യെസ്, നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. രണ്ടാമത്തെ എന്താണ്? വാട്ട് ഈസ് ദിയർ സം? അവയുടെ തുക എത്രയാണ് വരിക? ഇപ്പോൾ x ഇൻറ്റു y ചെയ്തു, ഇനി x പ്ലസ് y ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിക്കോളൂ. യെസ്, എന്താണ് തുകയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 1ഉം 2ഉം നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഇനി ഇത് മൈനസ് ചെയ്യൂ കേട്ടോ. 1 മൈനസ് 2, 1 മൈനസ് 2. അപ്പോൾ ആദ്യം തന്നെ xy മൈനസ് xy കട്ടായി പോകും. xy നിന്ന് xy കുറച്ചാൽ 0 പോകുന്നു. x മൈനസ് മൈനസ് x, x മൈനസ് മൈനസ് x. അപ്പോൾ എന്താണ്? പ്ലസും മൈനസും മൈനസ് അടുത്ത് വരുമ്പോൾ പ്ലസ് ആവുന്നു. x പ്ലസ് x ദാറ്റ് ഇസ് 2x. x പ്ലസ് x ഈസ് ദാറ്റ് ഇസ് 2x എന്ന് കിട്ടുന്നു. അടുത്തതിൽ എന്താ? y മൈനസ് മൈനസ് y. സെയിം പരിപാടി തന്നെ. y മൈനസ് മൈനസ് y, y പ്ലസ് y എത്രയാവുന്നു? 2y എന്ന് കിട്ടുന്നു. 2y എന്ന് കിട്ടുന്നു. അടുത്തതിൽ എന്താ? ഇതിൽ നിന്നും ഇത് വീണ്ടും കുറയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, യെസ്. ഇനി നമ്മുടെ നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതിന് നമ്മൾ നേരത്തെ 1 പ്ലസ് 2 ചെയ്തെങ്കിൽ ഇവിടെ 1 മൈനസ് 2 ആണ് ചെയ്യേണ്ടത്. 1 മൈനസ് 2 ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ xy മൈനസ് xy അപ്പം തന്നെ ക്യാൻസൽ ആയി പോകുന്നു. പിന്നീട് x മൈനസ് താഴെ ഇവിടെ എത്രയാണ്? മൈനസ് x ആണ്. അപ്പോൾ x മൈനസ് മൈനസ് x ദാറ്റ് ഈസ് x പ്ലസ് എക്സ് എന്നാവും അല്ലേ? മൈനസ് മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ പ്ലസ് എക്സ് ആയി മാറുന്നു. എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് 2x എന്ന് കിട്ടുന്നു. 2x. അതിനുശേഷം വൈയും മൈനസ് വൈയും മുകളിൽ ചെയ്ത അതേ പരിപാടി തന്നെ. വൈയും മൈനസ് വൈയും, വൈയും മൈനസ് മൈനസ് അടുത്ത് വന്നപ്പോൾ അവിടെയും പ്ലസ് ആയി. y പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y. ആൻഡ് നമ്പേഴ്സ് കൂടി കുറയ്ക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നേരിട്ട് അങ്ങ് കുറച്ച് നോക്കാം. 1 നിന്ന് 1 കുറച്ച് 0 കിട്ടുന്നു. സോ 1271 മൈനസ് 1331. നമുക്ക് ആൻസർ കിട്ടുന്നത് 0140, 140 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 2x പ്ലസ് ഇവിടെ കിട്ടിയത് 2x, 2y 140. 2x പ്ലസ് 2y ഈക്വൽ ടു 140. 2x പ്ലസ് 2y ഈക്വൽ ടു 140. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ആരെ പുറത്തേക്ക് എടുക്കാം? 2നെ പുറത്തേക്ക് എടുക്കുന്നു. ഉള്ളിൽ അപ്പോൾ ആര് വരും? x പ്ലസ് y എന്ന് വരുന്നു ഈക്വൽ ടു 140. സോ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 140. ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് വൈനെ ഇവിടെ നിർത്തുന്നു, 2നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, 2 അപ്പുറം ചെല്ലുമ്പോൾ ഡിവിഷനായി മാറുന്നു. 140 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 70. 70 എന്നാണ് നമുക്ക് ഈ നമ്പേഴ്സിന്റെ സമ്മ്, നമ്പേഴ്സിന്റെ തുക കിട്ടുന്നത് 70 എന്നാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ദ പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ഈസ് 713. അപ്പോൾ 2 നമ്പേഴ്സ് എക്സ് എന്നും വൈ എന്നും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ്, 2 സംഖ്യകളുടെ പ്രൊഡക്റ്റ് എത്രയാണ്? 713 എന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് ആൻഡ് ദിയർ ഡിഫറൻസ് വ്യത്യാസം എക്സ് മൈനസ് വൈ 8 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചോദ്യം ഇതല്ല. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഇൻക്രീസ് ബൈ 1? ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ ലാർജർ ആയിട്ട് എടുത്തിട്ട് ആ ലാർജർ നമ്പർ 1 കൂട്ടുന്നു, ഇൻക്രീസ് ബൈ 1 1 കൂടുകയും ആൻഡ് ദ സ്മോളർ നമ്പർ ഡിക്രീസ് ബൈ 1 ചെറിയ സംഖ്യ 1 കുറയ്ക്കുകയും ചെയ്താൽ അവ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിക്കോളൂ. യെസ്, ലാർജർ ഞാൻ എസ് ആയിട്ട് എടുക്കുവാണ്. എക്സ് ആണ് ലാർജർ സംഖ്യ ആൻഡ് സ്മോളർ ആയിട്ട് എടുക്കുന്നത് വൈ ആണ്. അപ്പോൾ ലാർജർ കൂട്ടുന്നു, സ്മോളർ കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, 1 കൂട്ടണം. സോ എക്സ് പ്ലസ് 1 അല്ലെ, വലിയ സംഖ്യയോട് 1 കൂട്ടുന്നു, ചെറിയ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുന്നു. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എത്രയാണ് എന്നാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് നോക്കാം. എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈസ് എക്സ് വൈ, x into minus 1 that is minus x, 1 into y that is y plus 1 into minus 1 that is minus 1 എന്ന് കിട്ടുന്നു. ആൻഡ് ഇവിടെ വേറൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താനായിട്ടുണ്ട്. എക്സ് വൈ മൈനസ് വരുന്നത് കൊണ്ട് ഉള്ളിലുള്ള പ്ലസ് വൈയും മൈനസ് ആയി മാറുന്നു. ഇത് ബ്രാക്കറ്റിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ പറയാം അല്ലെ. മൈനസ് ഇൻറ്റു എക്സ് ദാറ്റ് ഇസ് മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു പ്ലസ് വൈ അതെന്തായി മാറും? മൈനസ് വൈ ആയി മാറും. പിന്നീട് ഇവിടുത്തെ -1 അങ്ങനെ എടുത്ത് എഴുതും. നമുക്ക് നോക്കുമ്പോൾ അറിയാം എക്സ് വൈയും എക്സ് മൈനസ് വൈയും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. എക്സ് വൈയും എക്സ് മൈനസ് വൈയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സംഖ്യകളാണ്. എക്സ് വൈ എത്രയാണ്? 713 മൈനസ്
എക്സ് മൈനസ് വൈ എത്രയാണ്? 8. 8 മൈനസ് 1. അപ്പം നമുക്ക് നോക്കാം, 713 നിന്നും 8 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ -8 -1 എന്ന് പറയുമ്പോൾ -9 എന്നാ വരിക അല്ലേ? അപ്പോൾ 713 നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 704 എന്നാണ് അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. 704 എന്നാണ്. വലിയ സംഖ്യയോട് 1 കൂട്ടിയാലും ചെറിയ സംഖ്യയോട് 1 കുറച്ചാലും കിട്ടുന്ന സംഖ്യകൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടേണ്ട ആൻസർ 714 എന്നാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. യെസ്, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഡിക്രീസ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഇൻക്രീസ് ബൈ 1. ഇവിടെ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എന്താണ്? വലിയ സംഖ്യയോട് 1 കുറയ്ക്കുന്നു ആൻഡ് ചെറിയ സംഖ്യയോട് 1 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിക്കോളൂ. വലിയ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് -1, വലിയ സംഖ്യയ്ക്ക് എക്സ് എന്നും ചെറിയ സംഖ്യയ്ക്ക് വൈ എന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അപ്പോൾ മറ്റേതിൽ എന്തായിരിക്കും? വൈ +1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഇസ് എക്സ് വൈ, എക്സ് ഇൻറ്റു +1 ദാറ്റ് ഇസ് +x, -1 ഇൻറ്റു വൈ -y, -1 ഇൻറ്റു +1 ദാറ്റ് ഇസ് -1 എന്ന് കിട്ടുന്നു. എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എക്സ് വൈ നമുക്ക് എത്രയായിരുന്നു തന്നിരുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരുന്നു എക്സ് വൈ = 713. 713 പ്ലസ് എക്സ് മൈനസ് വൈ എന്തായിരുന്നു? 8 ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. -1 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടുന്നു. 713 പ്ലസ് 8 മൈനസ് 1 7 ആണ്. അപ്പോൾ 713നോട് 7 കൂട്ടുമ്പോൾ നമുക്ക് 720 എന്ന് ഇതിൻ്റെ ആൻസറും കിട്ടുന്നു. 720 ആണ് ഫസ്റ്റ്. ലാർജർ സംഖ്യയിൽ നിന്നും 1 കുറച്ച് സ്മോളർ സംഖ്യയോടുകൂടി 1 കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യകളുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 720 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ഈസ് 5 മോർ ദാൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ ഓഫ് ദ നമ്പേഴ്സ് ഈസ് ഇൻക്രീസ് ബൈ 1. അപ്പോൾ ലാർജർ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ് ആൻഡ് ദ സ്മോളർ ഡിക്രീസ് ബൈ 1. അപ്പോൾ ഞാൻ സ്മോളറിന് വൈ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ലാർജർ ഇൻക്രീസ്ഡ് ബൈ 1 സോ +1 ആൻഡ് സ്മോളർ ഡിക്രീസ് ബൈ 1 സോ -1. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് ലാർജർ 1 കൂട്ടിയതും സ്മോളർ വൈ കുറച്ചതുമായ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത് നോർമൽ നമ്പേഴ്സിന്റെ എക്സും വൈയും എന്നുള്ള നോർമൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നതിന്റെ 5 കൂടുതലാണ് ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അതാണ് ആ കോൺസെപ്റ്റ്. നോർമൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഈ തന്നിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ 5 കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവരുടെ പ്രൊഡക്റ്റിൽ നിന്നും 5 കുറച്ചാൽ ഇവരുടെ പ്രൊഡക്റ്റ് കിട്ടും എന്നും പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നോർമൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്, നോർമൽ നമ്പർ എക്സും വൈയും ആണ്. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എക്സ് വൈ എന്ന് കിട്ടുന്നു. അപ്പോൾ നോർമൽ നമ്പറിന്റെ പ്രൊഡക്റ്റിൽ നിന്നും 5 കുറച്ചാൽ നമുക്ക് എന്തിന്റെ പ്രൊഡക്റ്റ് കിട്ടണം? ഇവരുടെ പ്രൊഡക്റ്റ് കിട്ടണം. x+1ന്റെയും y-1ന്റെയും പ്രൊഡക്റ്റ് കിട്ടണം. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, y-1 നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കിട്ടാൻ നോക്കാം. അപ്പോൾ xy-1 ഒരു സൈഡിലുണ്ട്, അതോടെ കിടക്കട്ടെ. x-5 ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. ആൻഡ് ഇത് ചെയ്യുമ്പോൾ x ഇൻറ്റു വൈ xy, x into -1 that is -x, 1 into y that is +y, 1 into -1 that is -1 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ട് സൈഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് വശത്തും, അതായത് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് LHSലും RHSലും കോമൺ ആയിട്ട് കിടക്കുന്ന ആളാരാണ്? XY ആണല്ലേ. XY ഇവിടെയും ഉണ്ട്, XY അപ്പുറത്തും ഉണ്ട്. അപ്പോൾ XYനെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി വേറെ ആരൊക്കെ വരും? മൈനസ്. അപ്പോൾ ഇവിടെ -5 എന്നുണ്ട്, അപ്പുറത്ത് മൈനസ്. ബ്രാക്കറ്റിലാണ് നമുക്ക് x+y എഴുതേണ്ടത് കേട്ടോ. ബ്രാക്കറ്റിലാണ് x+y എഴുതേണ്ടത്, പുറത്ത് -1. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചേഞ്ച് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. -5 = -x that is -x, -y that is -y, -1. ഓക്കെ അല്ലേ? പിന്നീട് ഈ -1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. -5 പ്ലസ് ആകുന്നു, -1 ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആകുന്നു. -x - y, -x - y, -5 +4 ചെയ്യുമ്പോൾ -4 ആണ്, -4 ആണ് കിട്ടേണ്ടത്. അതിൽ നിന്നും ഇവിടെ 2 മൈനസ് ഉണ്ട് അല്ലേ, പുറത്തെടുക്കാം നമുക്ക്. പുറത്തെടുക്കുമ്പോൾ x + y എന്ന് കിട്ടും അല്ലേ. x + y എന്നാണ് കിട്ടുന്നത്. -4ഉം -x + y എന്ന് നമുക്ക് കിട്ടുന്നു. യെസ്, അപ്പോൾ -5 ബാക്കി ഇവിടെ ഉണ്ട്, xy കട്ടായി പോയി. അപ്പുറത്ത് -x + y -1 ആണുള്ളത്. -5 = -x + y -1 എന്ന് കിട്ടുന്നു. അതിനുശേഷം -1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +1 ആയി മാറുന്നു. +1 = -x + y. -5 + 1 ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നെഗറ്റീവ് നമ്പേഴ്സിൽ. സോ -4 എന്നാണ് കിട്ടുന്നത്. ഈക്വൽ ടു
ഈ ബ്രാക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട് മൈനസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എക്സിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഉള്ളിൽ വരും, എക്സ് പോസിറ്റീവായിട്ട് തന്നെ കിടക്കും. പക്ഷെ വൈയിൽ നിന്ന് എടുക്കുമ്പോൾ എന്താവും, വൈ നെഗറ്റീവായിട്ടാണ് പോകുക. ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, മൈനസ് ഇൻറ്റു എക്സ് ദാറ്റ് ഇസ് മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് വൈ ദാറ്റ് ഈസ് പ്ലസ് വൈ. മുകളിലത്തെ കിട്ടുന്നില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് മൈനസും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നു. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. യെസ്, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്റ്റ് ഇഫ് ദ ലാർജർ ഈസ് ഡിക്രീസ് ബൈ 1. അപ്പോൾ ലാർജർ എന്ന് പറയുമ്പോൾ എത്രയാണ്, നമ്മൾ എക്സ് ആണ്, ഡിക്രീസ് ബൈ 1. അപ്പോൾ ഒരു പെയർ അതാണ്, വലുതിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നു, ഡിക്രീസ് ബൈ 1 ആൻഡ് ദ സ്മോളർ ഇൻക്രീസ് ബൈ 1 ആൻഡ് റിവേഴ്സ് ആയി, നമ്മൾ നേരത്തെ ചെയ്തതിലും റിവേഴ്സ് ആയി പരിപാടി, y പ്ലസ് 1 എന്നാക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിക്കോളൂ. യെസ്, എക്സ് മൈനസ് 1ഉം വൈ പ്ലസ് 1. നമുക്കിനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈസ് എക്സ് വൈ, എക്സ് ഇൻറ്റു പ്ലസ് 1 ദാറ്റ് ഈസ് പ്ലസ് എക്സ്, മൈനസ് വൈ മൈനസ് 1 എന്ന് കിട്ടുന്നു. എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 എന്ന് കിട്ടുന്നു. അപ്പോൾ അവർ തമ്മിൽ എത്ര കൂടുതലുണ്ട്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു 5 കൂടുതലാണെന്ന് പറഞ്ഞല്ലേ, ഇവിടെ നോക്കുമ്പോൾ എത്ര കൂടുതലുണ്ട്, അതായത് വലുതിൽ നിന്നും ഒന്ന് കുറച്ച് ചെറുതിനോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് അത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന എത്ര വ്യത്യാസമുണ്ട് എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു എക്സ് വൈ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, എക്സ് വൈ അങ്ങനെ തന്നെ എഴുതുന്നു. ആൻഡ് എക്സ് മൈനസ് വൈ ഓൾറെഡി നമ്മൾ ഈ കഴിഞ്ഞ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് 4 എന്ന്, 4 മൈനസ് 1, 4 മൈനസ് 1. അപ്പോൾ എക്സ് വൈ പ്ലസ് മൈനസ് 4, അപ്പോൾ എത്ര കിട്ടും, എക്സ് വൈ പ്ലസ് 3 എന്ന് കിട്ടുന്നു. എക്സ് വൈ പ്ലസ് 3 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം അല്ലേ എത്രയാണ്, ഇതിൽ നിന്നും നമുക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടുന്ന ഇക്വേഷൻ എത്രയാണ്, എക്സ് വൈ പ്ലസ് 3. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം 3ന്റെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത്. അതായത് എക്സ് വൈയും ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1ഉം തമ്മിൽ എത്രയുടെ വ്യത്യാസമുണ്ട്, 3ന്റെ വ്യത്യാസമുണ്ട്. 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് വൈ കിട്ടുന്നു എന്നാണ് ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഉത്തരമായിട്ട് കിട്ടുന്നത് 3 എന്നാണ്. 3 മോർ ദാൻ എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ച് ഫോർമുലാസ് ഒക്കെ നല്ല മനപ്പാടാക്കിയിട്ട് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.